ഇനി അടുത്ത എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ പ്രസന്റേഷൻ എങ്ങനെ ആയിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ എങ്ങനെയാണ് ആൻസർ പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്കാണ് തിയറി, 20 മാർക്ക് MCQs ആണ്. അപ്പൊ ഈ 20 മാർക്ക് MCQs വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഇയറിലെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് ഏകദേശം ഒരു കുറച്ച് ടച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു സീനുള്ള കാര്യമല്ല. ബാക്കി 80 മാർക്ക് അതാണല്ലോ നമുക്ക് തിയറിയിൽ എഴുതി മേടിക്കേണ്ടത്. അതും നമ്മൾ ഏകദേശം നല്ല രീതിയിൽ പ്രിപ്പയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് പാസ്സാവുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അതിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് മീൻസ് നമുക്ക് സിസറോൺ ഉണ്ടല്ലോ, സിസറോണിന്റെ അകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. അത് കുറച്ചൊന്നുമല്ല, നല്ല രീതിയിൽ കൂടുതൽ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ കവർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കുറച്ചുകൂടെ എഫോർട്ട് നമ്മൾ എന്തായാലും ഫസ്റ്റ് ഇയർ ഇടണം. കാരണം വാല്യുവേഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ ഒരിക്കൽ പോലും ഉഴപ്പാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുമ്പോൾ. ഞാൻ നിങ്ങൾ ഭയങ്കര ടോപ്പിൽ ഡിസ്റ്റിങ്ഷൻ അത് ഇതെന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ് ആവാൻ വേണ്ടി, അതാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ആൻസർ പ്രസന്റ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഹെഡിങ്സ്, രണ്ടാമത്തെ ഡയഗ്രാംസ്. ഈ ഒരു 2 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു തിയറി ക്വസ്റ്റ്യൻ വന്നു, ഈ തിയറി ക്വസ്റ്റ്യൻ ബേസിൽ ഇപ്പോൾ ഒരു നെർവ് ആവട്ടെ, ആർട്ടറി ആവട്ടെ, അല്ലെങ്കിൽ ഒരു മസിൽ ആവട്ടെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഹെഡിങ്സിന്റെ എണ്ണം നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് വീണോണ്ടേയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ വലിയ പടം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടി ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്തായാലും അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ചിരിക്കണം. ഇത് 2 ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പുതിയ പാറ്റേൺ അനുസരിച്ച് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 6 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കായാലും ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ കുറേ കഥകൾ എഴുതി വെച്ച് പാരഗ്രാഫായിട്ട് കട്ടക്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഒരു മാം ഉണ്ടായിരുന്നു. ആ മാം ഇപ്പൊ ഞങ്ങൾക്ക് 8 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 8 മാർക്കിന് നമ്മൾ എത്ര കഥ എഴുതി വെച്ചാലും 2 പേജോ 5 പേജോ നമ്മൾ എഴുതി വെച്ചാൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മൾ വരച്ചില്ലെങ്കിൽ അതിന്റെ ഹാഫ്, അതായത് 4 മാർക്കും ഒരു ദാക്ഷിണ്യം കൂടാതെ കട്ട് ചെയ്യും. ബാക്കി 4 മാർക്ക് തിയറിയിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 or 3 മാർക്ക് തരും. ഡയഗ്രാം വരച്ചില്ലെങ്കിൽ 4 മാർക്കും കട്ടായിരിക്കും. ഇപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്ക് കട്ടായിരിക്കും. എന്നിട്ട് ഈ 2 മാർക്കിന്റെ ബാക്കി 2 മാർക്കിന്റെ തിയറിയിലെ പോയിന്റ്സ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അനാറ്റോമി എന്ന് പറയുന്നത് ഡയഗ്രാംസ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പടം വരയ്ക്കുന്ന ഒരു കുട്ടിയൊന്നുമല്ല. ഞാൻ ഏറ്റവും പൊട്ടയായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ ഈ ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി ഉണ്ടാവണം, സൂപ്പർ ആയിരിക്കണം, കണ്ടു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ കൈയടിക്കാം. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ അതൊരു കിഡ്നി ആണല്ലോ അല്ലെങ്കിൽ ഒരു ലിവർ ആണല്ലോ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഭവം വരച്ച് വെച്ചാൽ മതി. പണ്ട് ഞങ്ങളുടെ ബയോകെമിസ്ട്രിയിലെ സാറ് പറയുന്നു, നിങ്ങൾക്കിപ്പോൾ കിഡ്നി വരയ്ക്കാൻ അറിയണ്ടെങ്കിൽ അറിയണ്ട, ഒരു പെട്ടി വരച്ച് വെച്ചിട്ട് കിഡ്നി എന്ന് എഴുതിയാലും മതി. പക്ഷെ നമ്മുടെ ഒരു ആൻസർ ഷീറ്റിൽ നമുക്കൊരു ഡയഗ്രാം ഉണ്ടാവും. ഇപ്പം നമ്മൾ അനാറ്റോമിയുടെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വിശ്രാം സിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡയഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് അത് തപ്പിപ്പിടിച്ച് പിന്നെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ടാവും. ആ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കുക. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ വരയ്ക്കണം. ഓക്കെ, അത് മാത്രമല്ല ഹെഡിങ്സ്, അതും നമുക്ക് വിശ്രാമിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും ഹെഡിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഷോൾഡർ ജോയിന്റ് എടുത്തു. ഈ ഒരു ഷോൾഡർ ജോയിന്റ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളൊരു ബ്രീഫായിട്ട് ഒരു സെന്റൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷോൾഡർ ജോയിന്റിനെ പറ്റി ഒന്ന് എഴുതണം. അതിനുശേഷം ഒരു എക്സാമിനർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഹെഡിങ്സ് ഉണ്ടാവും. അതായത് ടൈപ്പ് ഓഫ് ജോയിന്റ് ഏതാണ്, ആർട്ടിക്കുലർ സർഫസ് എന്താണ്, ലിഗമെന്റ്സ് ഏതാണ്, ഈ ജോയിന്റിന്റെ
നെർവ് സപ്ലൈ എന്താണ്, ബ്ലഡ് സപ്ലൈ ഏതാണ്, പിന്നെ മൂവ്മെന്റ്സ് ഓഫ് ദ ജോയിന്റ്, അതായത് നമുക്ക് എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് ഈ ഒരു ജോയിന്റ് അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്നത്, അങ്ങനെ കുറച്ച് ഹെഡിങ്സ്. അതുപോലെ തന്നെ കുറച്ച് എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് ഹെഡിങ്സ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും മസ്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് അനാറ്റോമി. അതായത് ഇപ്പൊ ഷോൾഡർ ജോയിന്റിന്റെ കേസിൽ ഈ ഒരു ഷോൾഡർ ജോയിന്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇഞ്ചുറീസ്, അതായത് എന്തൊക്കെ ഇഞ്ചുറീസ് ആണ് വരാൻ പറ്റുന്നത്, ഈ ഒരു ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്, അങ്ങനത്തെ അപ്ലൈഡ് അനാറ്റോമി. ഇതിപ്പോ ഷോൾഡർ ജോയിന്റ് ആവട്ടെ, ഏതൊരു ആർട്ടറി ആവട്ടെ, നെർവ് ആവട്ടെ, എന്താവട്ടെ, ഈ അപ്ലൈഡ് അനാറ്റോമി വേണം. ഇത്രയും എഴുതി കഴിഞ്ഞ് പ്ലസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഷോൾഡർ ജോയിന്റിൽ റിലേഷൻസ് ഓഫ് ഷോൾഡർ ജോയിന്റിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട്, അത് നമ്മൾ വരയ്ക്കണം. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് കിട്ടാനുള്ള സംഭവം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്യുന്നത് ഡിജിറ്റലി ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനർ ഇരുന്ന എല്ലാ സംഭവങ്ങളും ഓരോ സെന്റൻസ് ആയിട്ട് ഇരുന്ന് വായിക്കില്ല. ആ ഒരു സാർ അല്ലെങ്കിൽ ആ ഒരു മാം എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഹെഡിങ്സ് എഴുതിയിട്ടുണ്ടോ, അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മാർക്ക് വീഴും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ തന്നെ ചില ഹെഡിങ്സ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മാർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ തൊറാക്സ് നമ്മൾ ഏരിയയിൽ എത്തുമ്പോഴേക്കും അത് തന്നെ മീഡിയ സ്റ്റൈൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഹെഡിങ്സ് ഉണ്ട്. ഈ ഓരോ ഹെഡിങ്സിന്റെ താഴെ നിങ്ങൾ ആ ഒരു മെയിൻ ആയിട്ട് ഫോക്കസ് ആക്കേണ്ടത് മെയിൻ ഹെഡിങ്സ് ഉണ്ട്. ഈ ഒരു മെയിൻ ഹെഡിങ്സിന്റെ ഇടയിൽ നിങ്ങൾ 1-2 സെന്റൻസ് എഴുതിയാലും കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് ഈ ഒരു മെയിൻ ഹെഡിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓക്കെ ആണ്. കാരണം ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഹെഡിങ്ങിന്റെ താഴെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇതെല്ലാം തന്നെ എഴുതണമെന്നില്ല, പക്ഷെ ആ ഒരു ഹെഡിങ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അതിൽ താഴെയുള്ള മെയിൻ ആയിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആൻസർ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഹെഡിങ്സ് നല്ല രീതിയിൽ എഴുതുക, പ്ലസ് നല്ല രീതിയിൽ ഡയഗ്രാംസും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ നോട്ട്ബുക്കിലുള്ള കുറച്ച് നോട്ട്സ് ഞാൻ കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു ട്രക്കിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചെറിയ സെൻറ്റൻസ് എഴുതുക. പിന്നെ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹെഡിങ്സ് ആയിരുന്നു ഡയമെൻഷൻ, ഒറിജിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒറിജിൻ എഴുതിയിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ഫുള്ള് വാരി വലിച്ചിട്ടല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു പോയിന്റാണ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം മിക്ക ടോപ്പിക്സിൽ കാണുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് അതിൽ ഇപ്പോൾ ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, മീഡിയൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരിക്കും, കുറേ റിലേഷൻസ് ഉണ്ടാവും. നമുക്ക് അതെല്ലാം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് മറന്നു പോവില്ല എന്ന് ഉറപ്പുള്ള 1-2 പോയിന്റ്സ് എങ്കിലും നമ്മൾ പഠിക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഓരോ പോയിന്റ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. കണ്ടോ, അത് മാത്രമല്ല തന്നെ ബ്ലഡ് സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്, നെർവ് സപ്ലൈ, ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ. ഇത് തന്നെയാണ് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അപ്ലൈഡ് അനാറ്റോമി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ ഹെഡിങ്സും നമ്മൾ മാക്സിമം കവർ ചെയ്യണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു മോസ്റ്റ്ലി ഒരു 4 മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് ഏകദേശം നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോർ കിട്ടാനുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ മസിൽസ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്കിലുള്ളൊരു മസിലാണ് സ്റ്റേണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എഴുതി, പിന്നെ ഒറിജിൻ എഴുതി, ഇൻസേർഷൻ എഴുതി, പിന്നെ ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, ആക്ഷൻസ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മസിൽസിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഇതുപോലെ ഡയഗ്രാംസ് ഒക്കെ വേണം. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. വരയ്ക്കാൻ പറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരച്ച് വെക്കും. ഇതാണെങ്കിൽ നമ്മുടെ ന്യൂറോ അനാറ്റോമിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഷേപ്പ്, ബൗണ്ടറീസ്, അതായത് നമുക്ക് ഓരോ ടോപ്പിക്സിന് ചിലപ്പം ഹെഡിങ്സ് വേരിയേഷൻസ് വരാം. നമ്മൾ ഓരോ ടോപ്പിക്സിനനുസരിച്ച് നമ്മൾ ഓരോ ഹെഡിങ്സ് എഴുതുക, എന്നിട്ട് നമ്മൾ വേണ്ട ഫിഗറും കാര്യങ്ങളൊക്കെ വരച്ച് നമ്മൾ സെറ്റാക്കുക. ഇപ്പൊ
ഹിസ്റ്റോളജി ഒക്കെ ആണെങ്കിൽ മെയിനായിട്ടും അതിന്റെ ഫങ്ഷൻ ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇത്രയും കാര്യങ്ങൾ തന്നെ മതിയാവും. വൃത്തിക്ക് ഡയഗ്രാം വരയ്ക്കണം, പിന്നെ അതിന്റെ ഫങ്ഷൻ, ഇത് രണ്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. സോ അത് നമ്മൾ സെറ്റാക്കിയാൽ മതിയാവും. സോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ഒക്കെ വെച്ച് കാണിച്ചു തന്നപ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല നിങ്ങൾക്ക് ഇനിയും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത് ഫിസിയോളജി, ബയോകെമിസ്ട്രി എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പൊ നിങ്ങൾ ഫ്രഷ് ആയിട്ട് കോളേജിൽ ചേരാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളാണ്. സോ എങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് ഏകദേശം കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്കും ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.